ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നിഫ്റ്റി 26,000 ടച്ച് ചെയ്തതിന് ശേഷം ആരംഭിച്ച ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ അത് ഇന്നും ഏർലി മോർണിംഗിൽ തുടർന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ബീഹാർ റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴും നമ്മുടെ മാർക്കറ്റ് അതൊന്നും ബാധകമാകാത്ത രീതിയിൽ താഴോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ബീഹാറിൻ്റെ ആ ഒരു എക്സിറ്റ് പോളിൽ ആരും പ്രവചിക്കാത്ത 200 സീറ്റിന് മുകളിലുള്ള ഒരു ലീഡ് NDA നേടിയപ്പോൾ തീർച്ചയായിട്ടും അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ ഒരു ഫർദർ റാലിക്ക് കാരണമാകേണ്ട ഒരു സംഭവമാണ്. എന്നാൽ മാർക്കറ്റിൽ ഉണ്ടായത് നേരെ തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻട്രാഡേയിൽ മൾട്ടിപ്പിൾ ടൈംസിൽ അത് റിവേഴ്സൽ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. താഴോട്ടും മുകളിലോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ 27,800 എന്നുള്ള സപ്പോർട്ട് ലെവലിന് താഴെയൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് മൊത്തത്തിൽ വേൾഡ് വൈഡ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും ഒക്കെ വലിയ ക്രാഷാണ് ഉണ്ടായത്. അതേപോലെ ഏഷ്യൻ പിയേഴ്സ് ആയിട്ടുള്ള ജപ്പാൻ്റെ നിക്കിയും ഹോങ്കോങ്ങിൻ്റെ ഹാൻസങ് ഇൻഡെക്സും അതുപോലെ കൊറിയയുടെ കോസ്പിയും ഒക്കെ വലിയ തോതിൽ ക്രാഷ് ഉണ്ടായിരുന്നു. 2 to 3% വരെയുള്ള ക്രാഷാണ് അവിടെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ മാർക്കറ്റിൽ വലിയ ക്രാഷ് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അവിടെ അതിനെ താങ്ങി നിർത്തിയത് ഈ ഒരു ബീഹാർ ഇലക്ഷൻ റിസൾട്ടാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഒരുപക്ഷെ 27,500 വരെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്തിയത് ഈ ഒരു ബീഹാർ ഔട്ട്കം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും അതിൻ്റെ Q2 ഏർണിങ്സ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ടുകളാണ് മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ വാല്യുവേഷനൊക്കെ കുറഞ്ഞു വരികയാണ്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും കുറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം, അത് US ഡാറ്റകൾ വരാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരേണ്ടിയിരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ പോലും അതൊക്കെ പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒക്ടോബർ മാസം മുതൽ വരാതിരിക്കുന്ന പല നിർണായകമായിട്ടുള്ള ഡാറ്റകളും അതൊക്കെ ഒരു പക്ഷേ US എക്കണോമിയെ വലിയ തോതിൽ പിടിച്ചുലക്കുന്ന ഡാറ്റകളായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു ഡിസംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയില്ലെന്നും ഫെഡറൽ റിസർവ് തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ടിലേക്ക് പോവുകയില്ല എന്നുമുള്ള ഒരു അസംഷൻ മൊത്തം മാർക്കറ്റ് വെച്ച് പുലർത്തുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ AI സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയും മൊത്തത്തിൽ വേൾഡ് വൈഡ് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റാണ് ലോകത്തിലുള്ള എല്ലാ മാർക്കറ്റിനെയും ഔട്ട് പെർഫോം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിൽ വന്നിട്ടുള്ളത് മൂഡീസിൻ്റെ ഗ്രോത്ത് ഔട്ട്ലുക്കാണ്. ഇന്ത്യയെക്കുറിച്ച് അവർ നടത്തിയിട്ടുള്ള കമൻട്രി. നമുക്കറിയാം, മൂഡീസ് എന്ന് പറയുന്നത് വേൾഡിലെ കൺട്രികളെ അതിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കടം തിരിച്ചടക്കാനുള്ള കഴിവുകളെയൊക്കെ വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അത് റേറ്റ് ചെയ്യുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. അവർ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 6.5% ഒരു സ്റ്റഡി ഗ്രോത്ത് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാകുമെന്നും 2027 വരെ അത് തുടരുമെന്നാണ്. ഇതിനു മുമ്പേ പ്രൊജക്റ്റ് ചെയ്ത 6.4%-നേക്കാൾ കൂടുതലാണത്. അപ്പോൾ ഇതിന് ഒരു കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാക്രോ കണ്ടീഷൻസ് ഒക്കെ ഈ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നതെന്നും അതുകൂടാതെ എക്സ്പോർട്ട് രംഗത്ത് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയതുമൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ്. അതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള സ്പെൻഡിങ്ങും GST ഒക്കെ കുറച്ചുകൊണ്ട് കൺസംഷൻ വളരെ സോളിഡായിട്ട് വർദ്ധിച്ചതുമൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്, പ്രൈവറ്റ് സെക്ടർ വളരെയധികം കോഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് എക്സ്പോർട്ട് മേഖലയിലുള്ള താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള തിരിച്ചടികൾ കാരണം അവരുടെ ക്യാപിറ്റൽ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതോടുകൂടി ആ സ്പെൻഡിങ് വർദ്ധിക്കുമെന്നും അതേപോലെ 2027 നല്ലൊരു ഗ്രോത്ത് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവുമെന്നുമാണ് മോഡീസിൻ്റെ പ്രവചനം. അപ്പോൾ വേൾഡിൻ്റെ ആവറേജ് ഒരു ഗ്രോത്ത് റേറ്റ് പ്രത്യേകിച്ച് GDP-യിലേത് 2.5 അതുപോലെ 2.6 എന്ന ലെവലിലാണ് 2026-ലും 2027-ലും മൂഡീസ് പ്രവചിക്കുന്നത്. അത് 2024 പ്രവചിച്ച 2.9%-നേക്കാൾ കുറവാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് എക്കണോമീസ് വളരെ മോഡസ്റ്റായിട്ട് മാത്രം ഗ്രോത്ത് നടത്തുമ്പോൾ എമേർജിംഗ് മാർക്കറ്റുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എഞ്ചിനായിട്ട് പ്രവർത്തിക്കുകയാണെന്നാണ് മൂഡീസ് വിലയിരുത്തുന്നത്. അതിലൊന്ന് ഇന്ത്യയാണെന്നാണ് അവരുടെ കണ്ടെത്തൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് റിപ്പോർട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു അണ്ടർലൈയിങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഗോൾഡ്മാൻ സാക്സും അതേപോലെ HSBCയും ഒക്കെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്.
ഇതുകൂടാതെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തമായൊരു വാല്യൂ ബൈയിങ് ആണ്. കാരണം ആ ഒരു സപ്പോർട്ട് ലെവലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലും നല്ല ബൈയിങ് നടക്കുന്നത് കാണാം. അപ്പോൾ ഇന്നും നമ്മൾ കാണുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ ഗ്ലോബൽ വീക്ക്നെസ്സിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ഇന്നും സെല്ല് ചെയ്തതായിട്ട് കാണാം. ഏകദേശം 4000 കോടിയോളം രൂപയുടെ ഒരു നെറ്റ് സെല്ലിംഗ് അവർ ഇന്നും നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ നവംബറിൽ ശക്തമായ സെല്ലിംഗ് അവർ നടത്തിയിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് അവിടെ പിടിച്ചു നിൽക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റോബസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്കുള്ള കടന്നുവരവും അതിൻ്റെ ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ശക്തമായ പണം ഒഴുകുന്നതും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ ബൈയിങ്ങുമാണ് മാർക്കറ്റിനെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ അത് കണ്ടതാണ്. ഗ്ലോബൽ മാർക്കറ്റ് വീക്കായപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു നിന്നത് ഈ ഒരു ബീഹാർ റിസൾട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ബൈയിങ്ങുമാണ്. ഇനി നമ്മൾ ഒക്ടോബർ മാസം പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അവരുടെ സ്റ്റോക്ക് റീബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റായ 19 സ്റ്റോക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 7 മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ഒരു റീബാലൻസിങ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയി എന്നതിൻ്റെ അർത്ഥം ആ സ്റ്റോക്ക് മോശമായി എന്നുള്ളതല്ല. അവർ തീർച്ചയായിട്ടും ഒരു ആക്റ്റീവ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ നൊവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അത്തരത്തിൽ നമ്മൾ കാണുന്ന ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ HDFC മ്യൂച്വൽ ഫണ്ട് അവർ കോൾ ഇന്ത്യ, ഇരേഡ, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ പോലെയുള്ള 3 സ്റ്റോക്കുകളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസം SBI മ്യൂച്വൽ ഫണ്ട് ഹൗസ് NTPCയിൽ നിന്നും ടാറ്റ എലക്സിയിൽ നിന്നും പൂർണ്ണമായിട്ടും എക്സിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കൊട്ടാക് മ്യൂച്വൽ ഫണ്ട്, എംടാർ ടെക്നോളജീസ്, ട്രാവൽ ഫുഡ് സർവീസസ്, വിക്രം സോളാർ പോലെയുള്ള സ്റ്റോക്കുകളിൽ നിന്നും എക്സിറ്റ് ആയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് സുമിറ്റോമോ കെമിക്കൽസിൽ നിന്നും വാടെക് വാബാഗ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആയതായിട്ടും നമുക്ക് കാണാം. ഇതുപോലെ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ബജാജ് ഓട്ടോ, പ്രീമിയർ എനർജി, അതുപോലെ അരബിന്ദോ ഫാർമ എന്നീ സ്റ്റോക്കുകളിൽ നിന്നും പൂർണ്ണമായിട്ടും എക്സിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ അവർ മാരിക്കോ, കനറ ബാങ്ക്, തൈറോ കെയർ ടെക്നോളജീസ് പോലെ സ്റ്റോക്കുകളിൽ നിന്നും പൂർണ്ണമായിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് അവരുടെ ഹോൾഡിങ്ങിൽ നിന്നും ICICI ലംബാർഡ്, CPCL, അതുപോലെ TD പവർ സിസ്റ്റം പോലെയുള്ള സ്റ്റോക്കുകളിൽ നിന്നും പൂർണ്ണമായിട്ട് എക്സിറ്റ് ആയതായിട്ടും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.